ഈ വർഷത്തെ ഗ്രൂപ്പ് ഡി എക്സാമിന് ഇനി കൃത്യം 2-2.5 മാസമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തെ നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയുള്ള ഒരു കിടിലൻ ഓഫ്ലൈൻ ബാച്ച് ഈ വരുന്ന ജൂൺ 2-ാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പല രീതിയിലുള്ള സംശയങ്ങൾ തീർച്ചയായും വരാം. ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും കൊടുക്കുക, എക്സാമുകൾ എങ്ങനെയൊക്കെ ആയിരിക്കും നടക്കുക. ഇപ്പൊ ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പൊ CBT എക്സാമുകൾ ഇതിന്റെ ഭാഗമായിട്ട് വരുമോ, പോർഷൻസ് തീരുവോ, 2-2.5 മാസമല്ലേ നമ്മുടെ മുമ്പിലുള്ളൂ, ഇതൊക്കെ നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് ഈ ബാച്ചിൽ ക്ലാസ്സുകൾ എങ്ങനെയാണ് പോകുന്നത്, എന്താണ് നമ്മുടെ പ്ലാനിങ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സാമുകൾ നടത്തുക, ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ കൃത്യമായ പ്ലാനിങ്ങോടെ ജൂൺ 2-ന് ആരംഭിച്ച് ഓഗസ്റ്റ് 15-ന് തീരത്തക്ക രീതിയിലാണ് ഗ്രൂപ്പ് ഡിയുടെ ഈ ഒരു കോഴ്സ്, ഈ ഒരു ക്രാഷ് ബാച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എത്രത്തോളം ടോപ്പിക്ക് തീരും എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഗ്രൂപ്പ് ഡി എക്സാമിനെ സംബന്ധിച്ച് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ്ങുമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. അപ്പൊ ഇതിന്റെ നമ്മൾ പറയുമ്പോൾ ക്രാഷ് എന്ന് പറയും, ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ തരും. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, അതോടൊപ്പം ജനറൽ സയൻസ്, ഈ 3 ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു ക്രാഷ് ബാച്ചിലൂടെ നമ്മൾ തരും. പിന്നെ ബാക്കി നിൽക്കുന്നത് GA, ജനറൽ അവയർനെസ്, GK ടോപ്പിക്കുകളാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരിക്കലും ഒരു 2-2.5 മാസം കൊണ്ട് ഈ GK ടോപ്പിക്ക് എത്ര തന്നാലും തീരാത്തത്ര ഉണ്ട്, കടലോളം ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഈ GK ടോപ്പിക്ക് നമ്മൾ ഓൺലൈൻ എടുത്തതിന്റെ ഒരു ഓൺലൈൻ ആക്സസ് നിങ്ങൾക്ക് തരും. അപ്പൊ അത് നിങ്ങൾക്ക് നിങ്ങളോടൊരു 3-4 ക്ലാസ് കണ്ടിട്ട് വരാനായിട്ട് പറയും. ഇനി അത് നിങ്ങൾക്ക് കണ്ടിട്ട് വന്നതിന് ശേഷം അതിന്റെ ഒരു റിവിഷൻ ക്ലാസ് എന്ന രീതിയിൽ നേരത്തെ RRB ഗ്രൂപ്പ് ഡി പരീക്ഷയിൽ ചോദിച്ച ആ ടോപ്പിക്കിന്റെ കീഴിൽ നിന്ന് വന്നിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് എന്ന രീതിയിൽ നമ്മൾ GK പാർട്ട് സെറ്റ് ചെയ്യും. ഒപ്പം ആ പറയുന്ന പഠിക്കാൻ വരുന്ന ഭാഗത്തിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുക. ആപ്റ്റിറ്റ്യൂഡ് ഫുള്ള് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് തന്നെ തരും, റീസണിങ് ഫുള്ള് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് തന്നെ തരും, ജനറൽ സയൻസ് ഫുള്ള് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് തരും. പിന്നെ GA ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കുറച്ച് പോർഷൻസ് പഠിക്കാൻ തന്നിട്ട് അതിന്റെ പരീക്ഷയായിട്ടും റിവിഷൻ ക്ലാസ്സുകളുമായിട്ട് നിങ്ങൾക്ക് തരും. ഒപ്പം കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകളും ഉണ്ടാവും. ഇതാണ് നമ്മൾ ഈ ഒരു ബാച്ചിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാൻ എന്ന് പറയുന്നത്. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ആഴ്ചയിൽ 5 ദിവസവും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ക്ലാസ്സുകൾ ഉണ്ടാവും. എല്ലാ ക്ലാസ്സുകളും ഫുൾ ഡേ ക്ലാസ്സുകളായിരിക്കും. ക്ലാസ്സുകൾ തന്നെ 5 മണിക്കൂർ ഉണ്ടാവും. ആ രീതിയിൽ തന്നെങ്കിൽ മാത്രമേ ഇതിലെ ടോപ്പിക്കുകൾ ഏറ്റവും നല്ല വൃത്തിക്ക് തീർക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിലെ എക്സാമുകൾ എങ്ങനെയൊക്കെയാണ്? ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 12 മോക്ക് ടെസ്റ്റുകൾ, ഫുൾ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അതായത് എങ്ങനെയാണോ ഒരു ഗ്രൂപ്പ് ഡിന്റെ എക്സാം നടക്കുക, അതേ രീതിയിൽ അതേ പാറ്റേണിൽ 12 ഫുൾ മോക്ക് ടെസ്റ്റുകൾ അതേ സമയം തന്നെ സെറ്റ് ചെയ്ത് നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കും. ഇതോടൊപ്പം തന്നെ ഓരോ ടോപ്പിക്കും, ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, സയൻസ്, GE, അങ്ങനെ ഓരോ ടോപ്പിക്ക് തീരുന്നതിനനുസരിച്ച് ടോപ്പിക് ടെസ്റ്റുകളും നിങ്ങൾക്ക് തരും. ഇപ്പൊ 2-3 ടോപ്പിക്ക് തന്ന് ആ ടോപ്പിക്ക് പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകളും ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്കുണ്ടാവും. അപ്പൊ 12 മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. 12 മോക്ക് ടെസ്റ്റുകൾ എഴുതുമ്പോൾ തന്നെ 12 ഗ്രൂപ്പ് ഡി എക്സാമുകൾ എഴുതിയ അതേ പാറ്റേണിലുള്ള 12 എക്സാമുകൾ എഴുതിയ ഒരു അനുഭവ സമ്പത്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ ഈ ടെസ്റ്റുകളിലൂടെയും ക്ലാസ്സുകളിലൂടെയും നിങ്ങൾ കൂടുതൽ 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 കോൺഫിഡൻ്റ് ആയിട്ട് മാറും. പിന്നെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു സംശയമുണ്ട്, ഈ ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ CBT എക്സാമുകൾ എഴുതിയ ഒരു പരിചയം നമുക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷാ ഹാളിൽ മൊത്തത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നത്തില്ലേ? അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് 4 CBT എക്സാമുകളൂടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങളെ കൊണ്ടുപോയി പരീക്ഷയ്ക്ക് എങ്ങനെയാണോ ഗ്രൂപ്പ് ഡി എക്സാം നടക്കുക അതേപോലെ തന്നെ 4 CBT എക്സാം നിങ്ങളെ ഈ ഒരു ബാച്ചിൽ അറ്റൻഡ് ചെയ്യിപ്പിക്കും. കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം ക്ലാസ് നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ, അപ്പൊ ആ ഒരു ക്ലാസ് ഒക്കെ നിങ്ങൾക്കൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ സംശയം വന്നാൽ അത് നോക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ നമ്മൾ ഓൺലൈനിൽ എടുത്ത ഒരു ബാച്ചിന്റെ, ഗ്രൂപ്പ് ഡി ബാച്ചിന്റെ ആക്സസും നിങ്ങളുടെ കയ്യിൽ ലഭ്യമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് പഠിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയം തോന്നിയാൽ
ഈ ബാച്ചിലെ ക്ലാസ്സുകളിൽ നോക്കി നിങ്ങൾക്ക് സംശയം തീർക്കാനും പറ്റും. അങ്ങനെ പൂർണ്ണമായും എൻ്റെ നേതൃത്വത്തിൽ ഇനിയുള്ള 2.5 മാസം കൊണ്ട് ഏറ്റവും വൃത്തിയായി പഠിച്ച് ഏറ്റവും ആത്മവിശ്വാസത്തോടെ നമ്മൾ ഗ്രൂപ്പ് ഡി എക്സാമിനെ നേരിടാനായിട്ട് പോവുക തന്നെ ചെയ്യും. അപ്പം ഡേറ്റ് മറന്നു പോകണ്ട, ജൂൺ 2. അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, ഇനി 2-2.5 മാസമല്ലേ നമ്മുടെ മുമ്പിലുള്ളൂ, ഇനി പഠിച്ചാൽ കിട്ടുമോ, ഒരുപാട് കാര്യങ്ങൾ ഇനി പഠിക്കാനുണ്ടല്ലോ. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നു, കൃത്യമായ ഒരു പ്ലാനിങ്ങിൽ മുന്നോട്ട് പോകുന്ന ഒരു ബാച്ചാണിത്. 2-2.5 മാസം നമ്മളുടെ ഒപ്പം ഇരുന്ന് ഏറ്റവും വൃത്തിയായി ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ കണ്ട് ഓരോ ചോദ്യങ്ങളും ചെയ്തു പഠിച്ച് ഇവിടുത്തെ എല്ലാ പരീക്ഷകളും അറ്റൻഡ് ചെയ്ത് സംശയങ്ങളൊക്കെ തീർത്ത് മുന്നോട്ട് പോയാൽ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് ഒരു കിട്ടാക്കനിയൊന്നുമല്ല, ഏറ്റവും വേഗത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു റെയിൽവേ എക്സാം ആണ്. അപ്പോൾ ഡേറ്റ് മറന്നു പോകേണ്ട, ജൂൺ 2. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ റെയിൽവേ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അടുത്ത വർഷത്തെ കുറേ റെയിൽവേ നോട്ടിഫിക്കേഷൻ ഒക്കെ പ്രതീക്ഷിച്ച് ഓഫ്ലൈൻ ആയിട്ട് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കും ഈ ഒരു ബാച്ച് തീർച്ചയായും തിരഞ്ഞെടുക്കാം. അങ്ങനെ പറയാൻ കാര്യം, ഏറ്റവും നല്ല ഒരു ബേസ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ വെറും 2-2.5 മാസം കൊണ്ട് ലഭ്യമാവുകയാണ്. പിന്നെ ഏത് പരീക്ഷയ്ക്ക് പോയാലും നിങ്ങൾക്ക് ഇത് ഓക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളെ ഏവരെയും തിരുവനന്തപുരത്തെ സൈലത്തിന്റെ ഓഫ്ലൈൻ ക്യാമ്പസിൽ വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ അഡ്മിഷൻ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഇന്ന് തന്നെ ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കുക. തിങ്കളാഴ്ച ജൂൺ 2 ഗ്രൂപ്പ് ഡി ബാച്ചിൽ കാണാം.